നമ്മൾ നിൽക്കുന്ന രാജഗിരി ആശുപത്രിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല പച്ചപ്പൊക്കെയുള്ള കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് മന്ദിരത്തിൻ്റെ ഉള്ളിൽ കടന്ന് അതുമാത്രം പ്രേക്ഷകർ കണ്ടപ്പോൾ നിങ്ങൾ തോന്നി കാണില്ല, ഇത് പച്ചപ്പൊഴിഞ്ഞ സ്ഥലമാണ്, നല്ല പച്ചപ്പുണ്ട്, മനോഹരമായ സ്ഥലമാണ്. അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാര്യം ഈ രാജഗിരി മുന്നോട്ട് വയ്ക്കുന്ന സതുദ്ദേശപരമായ ചില നിലപാടുകൾ CEO ആയ ഫാദർ ജോൺസ് വാഴപ്പള്ളി നിങ്ങൾ കേട്ടല്ലോ. അപ്പം അത് തീർച്ചയായിട്ടും അതൊരു കമ്മിറ്റ്മെൻറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരോഗ്യരംഗം വലിയ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വിധേയമാക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ മുറവിളി ഉയരുന്ന ഒരു കാലത്ത് അച്ഛൻ്റെ വാക്കുകളെ നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ ഫാദറെ, ഈ നല്ല ഒരു ഗാർഡനിങ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം കൂടി. നമുക്ക് രോഗികൾ വരുമ്പോൾ അവരുടെ കണ്ണിന് ഒരു കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണണം. കാരണം അവർ അല്ലാതെ തന്നെ ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രീനറിക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ഈ ക്യാമ്പസിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും കാണാം പൂക്കളും പച്ചപ്പും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇത് നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ എമർജൻസിയിലേക്ക് വരണമെങ്കിൽ മെയിൻ ലോബിയിലേക്ക് പോകണ്ട, ഒരു സെപ്പറേറ്റ് റൂട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നാലും നമ്മൾ നേരെ എമർജൻസിയിലേക്ക് കയറാം. അതല്ല, എമർജൻസി ഞാൻ നോക്കുമ്പോൾ നല്ല പച്ചപ്പുള്ള സ്ഥലത്താണ് എമർജൻസി. അപ്പോൾ ആളുകൾക്കൊരു ആശ്വാസം വരത്തക്കോലെ അല്ലേ? അത് തീർച്ചയായിട്ടും. കാര്യം ഈ ഒരു രോഗാലയത്തിലേക്കാണ് വരുന്നത് തോന്നാതിരിക്കുന്നതാണ് എപ്പോഴും രോഗി ആശ്വാസകരമായ കാര്യം. അതല്ല, ആശുപത്രി മണമില്ലാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കോൺക്രീറ്റ് ജംഗിൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് എപ്പോഴും ഒരു അവേർഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ 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 അത് തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പേഷ്യൻസിനെ സ്വീകരിക്കുന്ന സ്ഥലം. അതെ അതെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടു, ജീവന് വേണ്ടി മല്ലിടുന്ന ആളുകൾ, അവരുടെ ഇടയിൽ കഴിയുന്ന ഈ ആളുകളെ നമുക്ക് എന്നും കൈകൂപ്പി നമുക്ക് നിൽക്കേണ്ടി വരും. എന്തായാലും നമുക്കിവിടെ നമ്മൾ ധാരാളം എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ നമുക്കിവിടെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്. നമ്മളിപ്പോൾ ഈ തൊട്ടടുത്താണ് നമ്മളുടെ ഒരു ഓഡിറ്റോറിയം. അവിടെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ലൈവ് സർജറി നമുക്ക് ആ ഓഡിറ്റോറിയത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ CM ഡോക്ടേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് അവർക്കത് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് കാണുകയും തിയേറ്ററിലിരിക്കുന്ന സർജനുമായിട്ട് സംസാരിക്കാനും അത് മുഖേന അവരുടെ സംശയങ്ങൾ തീർക്കാനും ട്രെയിനിങ് എന്ന് പറയുന്ന ആസ്പെക്റ്റിന് വലിയ പ്രാധാന്യം. ആ ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ. ഇവിടെയാണ് ഫാദർ, അത് തൊട്ടടുത്താണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ചലോ തിയേറ്റർ അല്ലേ? അല്ലല്ല, ഇതൊരു ഓഡിറ്റോറിയം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ച് നമുക്ക് വേണ്ട കേസുകൾ നമുക്കിവിടെ, അത് രോഗിയുടെ ഒക്കെ പെർമിഷനോട് കൂടിയാണ്, അല്ലാതെ രോഗിയുടെ അനുഭവത്തോടെ അല്ലേ? അപ്പൊ ഇതുപോലത്തെ ഒരു ട്രെയിനിങ് നടക്കുകയാണ്. ഇത് നഴ്സസിനുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആണ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് അതിന് പ്രാധാന്യം. ഇവരിവിടെ കുറെ ദിവസങ്ങളിൽ അവർ ട്രെയിനിങ്ങിന് വിധേയമാകും. അപ്പൊ അത് മുഖേന അവരുടെ പേഷ്യൻസിനുള്ള പെരുമാറ്റത്തിനുമൊക്കെ ഒരു സോഫ്റ്റായിട്ടും ഒരു എമ്പത്തിയോട് കൂടി പെരുമാറാൻ അവർക്ക് കഴിയും. ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയം. അത് കേൾക്കാവുന്നതാണല്ലേ? വെരി സോറി, അങ്ങയുടെ പ്രോഗ്രാം തടസ്സപ്പെടുത്താൻ വന്നതല്ല നമ്മൾ. അതൊന്ന് പ്രേക്ഷകരെ കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുവെന്നാണ് ഫാദർ ജോൺസ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹലോ, നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷം. അപ്പോൾ ഫാദറെ, അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. ഇപ്പം നടക്കുന്ന ഈ യജ്ഞം പറഞ്ഞാൽ മതി. താങ്ക് യു. അതിൻ്റെ പേര്? എൻ്റെ പേര് ഫാദർ ജിജോ കടവൻ. ഞാൻ HR ഡയറക്ടറാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് പേരന്റ് ഓറിയന്റേഷൻ ആണ്. പണ്ട് സ്കൂളുകളിലാണ് ശരിക്കും ഓറിയന്റേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ മുഴുവൻ പേരൻസ് ആണ്. നമ്മുടെ പുതിയ ബാച്ച് ഇവിടെ തുടങ്ങുകയാണ്. അതിൽ പേരൻസിനുള്ള ഓറിയന്റേഷൻ ആണ്. ഇത് ഒരു 100ഓളം പേരൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ ഈ രാജഗിരി പരിചയപ്പെടുത്തുന്നു. ഈ കുട്ടികൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അവർ നേരിടുന്ന ഇവരുടെ ചലഞ്ചസ് അതെല്ലാം പറഞ്ഞ് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അവരുടെ പ്രതീക്ഷകൾ, അങ്ങനെ ഒരു ഷെയറിംഗ് സെക്ഷൻ. അപ്പോൾ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. നമസ്കാരം മാം. നമസ്കാരം. നിങ്ങൾ വരാം. അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അതിനുള്ളൊരു വേദിയാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് പരിചയപ്പെടാം. ഈ സെഷൻ കഴിഞ്ഞാൽ ഇവരെ പരിചയപ്പെടാം. അപ്പോൾ ഇവരുമായിട്ടുള്ള ആ ലിങ്ക്, അതാണ് ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുക.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഐഡിയ നല്ലതാ. ഇത് അച്ഛന്മാർ CMI ഫാദേഴ്സിന് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് വർക്കാവും എങ്ങനെയാവും. കാരണം സ്റ്റുഡൻസിനെ പോലെ അവരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദെയർ ഒപ്പീനിയൻ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒത്തിരി ബാച്ചസ് ആയി. അപ്പോൾ ഞങ്ങൾ വിജയമാണ്. അവരും ഒത്തിരി മെർജ് ചെയ്ത് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അവന്റെ പേര് ലിമ. ഞാൻ ഡയറക്ടറാണ്. ജൂലി. ഇതിനെ കുറിച്ചൊന്ന് പ്രതികരിച്ച്. വളരെ നല്ല രീതിയിലാണ് ഇത് പോകുന്നത്. കാരണം ഇനീഷ്യലി ഒക്കെ നമുക്ക് പേരൻസും ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസ് കുറവായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് ഒത്തിരി പ്രയോജനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ സെഷൻ ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് പേരൻസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സെഷൻസ് ഇല്ലായിരുന്നപ്പം നമുക്ക് പിള്ളേരെ ഇവിടുന്ന് പോയി പറയുന്നത് എന്താണോ അതൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പേരൻസിനോട് എന്ന് പറയുന്നു, പേരൻസ് നമ്മളുമായിട്ടൊരു ക്ലോസ് ഇൻട്രാക്ഷൻ വെക്കുന്നു. അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും പിള്ളേരെ അവരുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് മോൾഡ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. അപ്പോൾ ഫാദറെ നമുക്ക് നീങ്ങാം അല്ലേ? അപ്പോൾ പേരൻസ് താങ്ക് യു.